സ്വന്തമായ ഒരു വാഹനം വേണമെന്നതാണ് മിക്കവരുടെയും ആഗ്രഹം. എന്നാൽ പലർക്കും അത് സാധിച്ചെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. ഒരു വണ്ടി വേണമെന്ന ആദിത്യന്റെ ആഗ്രഹം അവൻ സാധിച്ചത് സ്വന്തമായ ഒരു ബഗ്ഗി വണ്ടി നിർമ്മിച്ചായിരുന്നു. ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വെറും 10 രൂപയ്ക്ക് 150 കിലോമീറ്റർ വരെ യാത്ര. സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ. അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. എഞ്ചിനും സ്റ്റിയറിംഗും ഗിയർ സിസ്റ്റവുമുള്ള ഒരു ഉഗ്രൻ ബഗ്ഗി വണ്ടി, സ്വന്തമായി ഡിസൈൻ ചെയ്ത ഒരു വാഹനം, അങ്ങനെ ആദിത്യൻ എന്ന മിടുക്കന്റെ കരവിരുതിൽ പിറവിയെടുത്തു. ബഗ്ഗി വിഭാഗത്തിൽപ്പെട്ട ഒരു വാഹനം സ്വന്തമാക്കുക എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് +1കാരനായ ആദിത്യൻ ബഗ്ഗി വണ്ടി സ്വയം നിർമ്മിച്ചത്. ഇതിനാകട്ടെ ആകെ ചിലവായത് 40,000 രൂപ. ഇങ്ങനൊരു വണ്ടി ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത് എനിക്ക് പണ്ട് ഇങ്ങനൊരു വണ്ടി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഈ ടൈപ്പ് വണ്ടിയുടെ പേര് ബഗ്ഗി എന്നാണ്. ഈ ടൈപ്പ് ഒരു വണ്ടി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തോ 4 ലക്ഷം രൂപ കോസ്റ്റാണ്. പിന്നെ വണ്ടിയോട് കൊച്ചുനാളിലെ മുതൽ ഒരു ക്രേസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വണ്ടി എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാന്ന് തോന്നി. പിന്നെ ഇവിടെ കാറുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ സിസ്റ്റം വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ പ്ലാൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഭാഗമൊക്കെ നമ്മൾ എറ്റിയോസ് എന്ന് പറഞ്ഞ കാറിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനായിട്ട് ഐഡിയ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് ബോക്സ് 800ൻ്റെ അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മൊത്തത്തിൽ എന്ത് ചിലവ് വന്നു? ഇതിന് 40,000 രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട്. ആദിത്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? എന്തോരം പഠിച്ച് എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാനിപ്പോൾ +1 പഠിക്കുകയാണ്. മഠത്തിൽ BJSM മഠത്തിൽ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ ടെക്നിക്കൽ സ്കൂളിൽ എവിടെയായിരുന്നോ? നേരത്തെ കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലായിരുന്നു. അവിടെ ഞാൻ മെയിൻ ട്രേഡ് ഇലക്ട്രിക്കലും NSQF നാഷണൽ സർവീസ് ക്വാളിഫയിങ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഞാൻ ഓട്ടോമൊബൈലായിരുന്നു എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. എന്താണ് ഭാവിയിലെ ആഗ്രഹങ്ങൾ? എനിക്കൊരു എയറോനോട്ടിക് എഞ്ചിനീയറിംഗിൽ നോക്കണമെന്നുണ്ട്. പിന്നെ NDA എക്സാംസിന് അപ്പിയർ ചെയ്യണം. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ടാക്സി ഡ്രൈവറാണ്. പാഷൻ പ്രോ ബൈക്കിന്റെ എഞ്ചിനാണ് ആദിത്യന്റെ ബഗ്ഗി വണ്ടിക്ക് കരുത്തു നൽകുന്നത്. മറ്റാവശ്യം വന്ന ഭാഗങ്ങൾ വാഹനങ്ങൾ പൊളിക്കുന്ന പല സ്ഥലങ്ങളിലെ ആക്രിക്കടകളിൽ നിന്നുമാണ് ശേഖരിച്ചത്. കരുനാഗപ്പള്ളി തഴവ BJSM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. എയറോനോട്ടിക് എഞ്ചിനീയർ ആകണമെന്നതാണ് ആദിത്യന്റെ ആഗ്രഹം. ആദിത്യന്റെ കഴിവിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും അഭിമാനമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും, ഞാൻ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറാണ്. പക്ഷേ എൻ്റെ ഗ്രാമത്തിൽ ഏതാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതേപോലൊരു ഓട്ടോമൊബൈൽ എഞ്ചിനും അതിൻ്റേതായ മറ്റ് അക്സസറീസുകളും സെക്കൻഡ് ഹാൻഡും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു വണ്ടി ഉണ്ടാക്കി അത് ഓടിച്ച ഒരു വ്യക്തിയാണ് ആ കുട്ടി. അപ്പോൾ 2 മാസക്കാലം ആ മോന് സ്കൂൾ അടച്ച സമയത്ത് ഈ 2 മാസക്കാലം മൊത്ത സമയവും കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം, ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ കുട്ടികളൊക്കെ സമയം കിട്ടുമ്പോൾ ഫോൺ കാണാനും മറ്റുമായി എല്ലാത്തിനും പോയി നിൽക്കുന്ന ആ മോന് ഇങ്ങനെ ഒരു ബുദ്ധി കൈ വന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മണപ്പള്ളി തഴവ ഗ്രാമത്തിൽ അഭിമാനിക്കുകയാണ്. കരുനാഗപ്പള്ളി തഴവ സോപാനം വീട്ടിൽ സൂരജിന്റെയും നിഷ സൂരജിന്റെയും മൂത്ത മകനാണ് ആദിത്യൻ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.